ലാൽകേസ് യു എയിൽ ഏകദേശം 7 സ്ക്രീനിലാണ് നമ്മൾ ഫാൻ ഷോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അബുദാബി ഒരു ഷോ ഉണ്ട്, നമുക്ക് ദുബൈയിൽ വരുന്നത് 6 ഷോയാണ്. രാവിലെ 4:30 നമ്മുടെ പ്രീമിയം ഷോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് 7:30 to 9:30, അതായത് 6 സ്ക്രീനിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 6 ഫാൻ ഷോ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ദൈറ സിറ്റി സെൻറ്ററിൽ രാവിലെ 4:30 എല്ലാ ഷോയും ഫുള്ളാണ്. അതും ഇപ്പോഴൊന്നുമല്ല, ഒരാഴ്ച മുന്നേ തന്നെ എല്ലാ ഷോയും ഫുള്ളാണ്. അതാണ് ലാലേട്ടനോട് നമുക്കുള്ളൊരു ക്രൈസ്. ഒരു 65 ഷോളം ദൈറത്തിൽ തന്നെ ഓടുന്നുണ്ട്. നമ്മളതിലൊരു ആകാംക്ഷയിലാണ്, നല്ലൊരു ത്രില്ലാണ്, വർഷങ്ങളുകൊണ്ടുള്ളൊരു കാത്തിരിപ്പാണ് ഞങ്ങളുടെ എമ്പുരാൻ എന്ന് പറഞ്ഞത്. സൂപ്പർ, അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മേളിലെത്തിയിരിക്കുകയാണ്. ഒന്നുമില്ല, എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. ഇല്ല, നമ്മൾ അന്ന് നോമ്പിന് ഇഫ്താറിന് ശേഷമുള്ള ഒരുക്കങ്ങളാണ് നമ്മളെന്താ ചെയ്തിട്ടുള്ളത്. 7 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ റംദാൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മളും ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്റർവ്യൂവിൽ കാണുന്ന സമയത്ത് ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊന്നല്ല, തക്കുകളോട് ഈ ഇന്റർവ്യൂസൊക്കെ എമ്പുരാൻ ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ഹൈപ്പാണ്, യൂട്യൂബൊക്കെ കത്തിച്ചോണ്ട് പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം, എന്തെങ്കിലും മാറ്റം ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്. നമുക്ക് ഫാൻസിന് എന്തൊക്കെയാണ്? ഇപ്പം തന്നെ നമ്മൾ 2-3 ദിവസമായിട്ട് നമുക്ക് കാണുന്നതാണ് ഓൺലൈനിൽ. ഒന്ന് നമ്മൾ മുംബൈയിൽ കണ്ടു, പിന്നെ ഹൈദരാബാദ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്റർവ്യൂ വൈറലാണ്. അതിലെല്ലാം ലാലേട്ടൻ്റെ ഓരോ ഡയലോഗും ഇപ്പോൾ വൈറലാണ്. ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻ്റ് ആണ് അതിൽ നമ്മൾ ഈ മൂവിയിൽ. എല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റിലാണല്ലോ ഇതെല്ലാം, ഇൻക്ലൂഡിങ് ലാലേട്ടൻ ഉൾപ്പെടെ. ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? കട്ടൗട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ? നമുക്ക് കട്ടൗട്ട് ഉണ്ട്, പിന്നെ DJ ഉണ്ട്. DJ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശിങ്കാരി മേളം ഉണ്ട്, വിത്ത് ഫുൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവനിങ് ആണ്. 1000 സീറ്റുള്ള നമ്മളെ ബുക്കാണ്. നമ്മൾ ഷോ 1000 സീറ്റുള്ള ഷോ അല്ലേ? ഏകദേശം 1000 ഷോ ഉള്ള 6 സീറ്റ് ഓൾറെഡി ബുക്കാണ്. ഫാമിലീസ് ആണ് എല്ലാവരും, സ്ഥിരമായിട്ട് നമ്മുടെ ഫാൻ ഷോയ്ക്ക് വരുന്നവരാണ്. ഇതുകൂടാണ്ട് രാവിലെ 4:30 നമ്മൾ പ്രീമിയർ ഷോ വെച്ചിട്ടുണ്ട്. നാട്ടിലെ സെയിം ടൈം തന്നെ നമ്മൾ ഇവിടെ കാണുന്നതാണ്. വൈകിട്ട് നമുക്ക് ടോട്ടൽ 7 സ്ക്രീനിലാണ് ഫാൻ ഷോ ഉള്ളത്. 1 അബുദാബിയിലാണ്, 6 എണ്ണം ദൈറ ഇവിടെ അൽഖുറാമാനിലാണ് ഉള്ളത്. വൈകിട്ട് നോമ്പ് സമയം കഴിഞ്ഞ ഉടനെ നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇല്ല, ഇപ്പോൾ ഈ പടത്തിന് വന്നിട്ടുള്ള ഹൈപ്പ്, ട്രെയിലറിന് ശേഷം വന്നിട്ടുള്ള ഹൈപ്പ് എല്ലാം ഉത്തമ ഉദാഹരണമാണ്. അതേപോലെ തന്നെ നാട്ടിലെ ഹൈപ്പിൽ നിൽക്കുന്ന പോലെ തന്നെ ഞങ്ങൾ UAE-ലും എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ പടത്തിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കണം. ഫാൻസ് മാത്രമല്ല, ബാക്കി എല്ലാവരും, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ. DJ ഷോ, ശിങ്കാരി മേളം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. ഞങ്ങൾ പൊതുവെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഈ ഇപ്രാവശ്യം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ 7 സ്ക്രീനിങ്ങാണ് എടുത്തത്. അതിൽ 1 അബുദാബിയാണ്, ബാക്കി ഇവിടെ തന്നെയാണ്. 7:30 ഷോ തുടങ്ങും. UAE-ൽ ഇതുവരെ കാണാത്തൊരു ഗ്രാൻഡ് ഷോ വെക്കണം എന്നാണ് നമ്മുടെ പ്ലാനിങ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഹൈപ്പ് വന്ന പടത്തിന് ലാലേട്ടൻ്റെ നമ്മൾ ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം അത്രയും ഷോ വെച്ചുകൊണ്ട് എല്ലാം ഞെട്ടിക്കുന്ന റെക്കോർഡ് എന്നാണ് നമ്മളൊരു പ്ലാനിങ് ഉള്ളത്. DJ ഉണ്ട്, കറക്റ്റ് ശിങ്കാരി പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഷോ തന്നെ നടത്താനാണ് നമ്മൾ പ്ലാനിങ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ ബുക്കിംഗ് 4:30 ഒരുവിധം തിയേറ്ററിലൊക്കെ ഫുള്ളാണ്. 4 ഷോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇത്ര ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു. നാട്ടിൽ അതേപോലെ തന്നെയാണ്. അത് കാണുമ്പോൾ ഭയങ്കര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എല്ലാവരും. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൂസിഫർ ഇറങ്ങിയത് മലയാളി പ്രേക്ഷകർ എത്രമാത്രം കൈനീട്ടി സ്വീകരിച്ച ഒരു പടമാണെന്ന് എല്ലാ മലയാളികൾക്കും പറയണത്. ആ പടം ഇറങ്ങിയത് സെക്കൻഡ് പാർട്ട്, ആ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞത് മുതൽ നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, UAE-ൽ നല്ലൊരു വലിയൊരു കട്ടൗട്ടാണ് ഞങ്ങൾ ലാൽകേഴ്സിൻ്റെ ഇതിൽ ഞങ്ങൾ കട്ടൗട്ട് വെച്ചിട്ടുള്ളത്. അത് 1 മാസം മുന്നേ തന്നെ നമ്മൾ സ്വീകരിക്കാനായിട്ട്, ലാലേട്ടൻ്റെ പടത്തിനെ സ്വീകരിക്കാനായിട്ട് നമ്മളിവിടെ തയ്യാറായി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ പടത്തിനെ പറ്റിയിട്ട് ഇനി ഹൈപ്പിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും 27-ാം തീയതി സ്ക്രീനിൽ കാണാൻ പോവാണ്. ഞങ്ങളെല്ലാ ലാൽകേഴ്സും കുട്ടികൾ മുതൽ വലിയവർ വരെ ഇൻക്ലൂഡിങ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലീസാണ് പടം വന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ലാലേട്ടനെ സ്നേഹിക്കുന്നത് പോലെ, പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരും ഈ പടത്ത് എമ്പുരാനെയും സ്വീകരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ടീസർ ട്രെയിലറൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, പ്രതീക്ഷകൾ ഒരുപാടാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് കാണിച്ച് അതിനൊരു ഓവർ ഹൈപ്പാക്കി മാറ്റാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ, അത് ഈവൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പോലും അത് പറയണില്ല. അപ്പോൾ നമ്മളെല്ലാം എന്താണ് അതിൻ്റെ ബാക്കിലുള്ള സീക്രട്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് എന്തൊക്കെ ഉണ്ടാവും അതിൽ എന്നുള്ളത്.
ലാലേട്ടനെ സ്നേഹിക്കുന്നവർ ഈ ഒരു ഇത്രയും വലിയൊരു പ്രമാണ പടം വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഇവിടെ പ്രൊമോഷൻ എത്തിയില്ലാന്നുള്ളത് വിഷമമുണ്ട്. ഇല്ല ഇത് ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങളെല്ലാവരും ലാലേട്ടനെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് ലാലേട്ടൻ എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ലാലേട്ടൻ പ്രൊമോഷൻ എത്തിയില്ല. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഇവിടെ റംദാൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ലാലേട്ടൻ അല്ലാണ്ട് തന്നെ എല്ലാവർക്കും പ്രീമിയർ ഷോയ്ക്ക് ലാലേട്ടൻ വന്നിരുന്നു. അപ്പം എല്ലാ സിനിമയ്ക്കും ലാലേട്ടൻ ഇവിടെ യു എ തന്നെ മാത്രം വരുന്നതെന്നുള്ളത് ഒരു ലാലേട്ടനെ സ്നേഹിക്കുന്നവര് യു എയിലും കേരളത്തിലും മാത്രമല്ലല്ലോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കല്ലേ. അപ്പൊ എല്ലായിടത്തും എത്തിയല്ലേ പറ്റുള്ളൂ. ആൾക്കും അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് എമ്പുരാൻ ടീം വിളിച്ച് തിരക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആശീർവാദമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയായിട്ടും നമ്മൾ കോണ്ടാക്ട്സിലുണ്ട്. ഇവിടുത്തെ എല്ലാം ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സും നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലാൽക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവരും എക്സൈറ്റഡ് ആണ്, നമ്മളും എക്സൈറ്റഡ് ആണ്. നാളെ വൈകുന്നേരം മുതൽ രാവിലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രീമിയർ ഷോ വരെ നമ്മൾ രാത്രി ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളാരും റൂമിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നാളെ വൈകുന്നേരം മുതൽ ഇവിടെ തിയേറ്ററിൽ തന്നെ കാണും. എല്ലാ ആഘോഷങ്ങളും ഒരുക്കങ്ങളുമായിട്ട് നമ്മളിവിടെ തിയേറ്ററിൽ തന്നെ ഉണ്ടാവും. യു എ കണ്ട ഏറ്റവും വലിയ ഫാൻ ഷോയാണ് നമ്മൾ ലാൽക്കേഴ്സ് യു എ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 27 വൈകിട്ട് 7 മണി, അതായത് ഇഫ്താർ ടൈം കഴിഞ്ഞ ഉടനെ നമ്മുടെ സെലിബ്രേഷൻസ്, ചെണ്ടമേളം, DJ ഉൾപ്പെടെയുള്ള പരിപാടികളോടുകൂടി ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് 6 സ്ക്രീനും ഒരാഴ്ച മുന്നേ ഫുള്ളാണ്. അപ്പോൾ 1000-ന് പുറത്ത് നമ്മുടെ തന്നെ ക്രൗഡ് വരുന്നുണ്ട്. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു മാക്സിമം അടിച്ചു പൊളിച്ചൊരു ഫാൻ ഷോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഐമാക്സ് ആണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് ദുബായിൽ ഒരുക്കിയിട്ടുണ്ടോ? ഐമാക്സ് എക്സ്പീരിയൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 ഐമാക്സിൽ ഒരു തിയേറ്ററിലും ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഐമാക്സ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11 മണിക്ക് ശേഷമാണ്. ഐമാക്സ് എവിടെയൊക്കെയാണ് ഐമാക്സ് ഒരുക്കിയിട്ടുള്ളത്? ഐമാക്സ് ഫെസ്റ്റിവൽ സിറ്റി ഉണ്ട്, മിർദീഫ് സിറ്റി സെൻറ്റർ ഉണ്ട്, ഷാർജ 016 മാളുണ്ട്. ഈ 3 തിയേറ്ററിലാണ് ഇപ്പോൾ ഐമാക്സ് എമ്പുരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ എല്ലാം ചെറിയ കുഞ്ഞു തിയേറ്ററുകളായിപ്പോയി. പക്ഷേ ഇവിടെ നമുക്ക് 1000-1500 പേർക്കുള്ള വിശാലമായിട്ടുള്ള ആ ഒരു ക്രൗഡിൻ്റെ ആ ഒരു ആരവങ്ങളൊക്കെ ഓടിയിട്ട് രാജു പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാനെടുക്കുന്ന സിനിമകൾ ഈ ആരവങ്ങളിലിരുന്ന് കാണേണ്ട സിനിമകളാണെന്നാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? കണ്ടറിയണം യു എ എന്ത് സംഭവിക്കുന്നുള്ളത്. 27 എല്ലാ തവണ ആഘോഷങ്ങൾ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഇനി അതിൻ്റെ ഇതില്ല. എല്ലാ ലാലേട്ടൻ സിനിമകളും നമ്മളെല്ലാ ആഘോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് ആഘോഷങ്ങൾ കുറച്ച് കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ള സിനിമ. അതെ, മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയ്ക്ക് യു എ കണ്ട ഏറ്റവും വലിയ ആഘോഷം തന്നെ നമ്മൾ കൊടുത്തിരിക്കും. രാജുവേട്ടൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ വളരെ ചിലവേറിയ സിനിമ, കൊച്ചു സിനിമ. അതെ, സിനിമ ഇവിടെയും ആ ചിലവൊക്കെ അങ്ങനെ തന്നെയാണോ? ടിക്കറ്റിനൊക്കെ റേറ്റൊക്കെ കൂടിയിട്ടുണ്ടോ? നാട്ടിലെ തിയേറ്ററിൽ റേറ്റൊക്കെ കൂട്ടി വന്നെന്നാണ് പറയുന്നത്. ഇല്ല, ഇവിടെ അങ്ങനെ നിയമം വിട്ട് അങ്ങനെയുള്ളതൊന്നുമില്ല. എന്താണോ നോർമൽ റേറ്റ്സ് അത് തന്നെയാണ്. സെയിം റേറ്റ് തന്നെയാണ് ഫാൻ ഷോയ്ക്ക് എല്ലാത്തിനും എല്ലാം. ഇപ്പോൾ നമുക്കൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നാണോ നമ്മളെ ലാലേട്ടൻ തിരിച്ചു വരുന്നത് എന്നുള്ളൊരു തിരിച്ചു വരുമെന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ ഒരു മാസ് ക്ലാസ് എല്ലാം കൂടി ചേർന്നൊരു പടം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ലൂസിഫർ 2 എമ്പുരാൻ നാടെമ്പാടും ലോകമെമ്പാടും ഇപ്പോൾ എത്രത്തോളം അതിൻ്റെ ഹൈപ്പ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് വാനോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേ വേവ് തന്നെയാണ് ഞങ്ങൾ യു എയിലും. ഇപ്പോൾ തന്നെ അറിയാം, ദേര സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു സിറ്റി സെൻറ്ററിൽ ഒരു ദിവസം 62-നും മേളിൽ ഷോ ഒരു ദിവസം ലാലേട്ടൻ്റെ കളിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറോളം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ ഫാൻസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തിൻ്റെ, ലാലേട്ടൻ പറയുന്ന പോലെ ഫാൻസിലെ അനിയന്മാർ, ഞങ്ങൾ അത്രയും ആവേശത്തിലാണ്. ഇവിടെയും അതേ ഒരു ഓളത്തിലാണ് ഞങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്.